إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يقول يا ليتني قدمت لحياتي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ಜೀವನದ ಎಲ್ಲ ಸಂದರ್ಭದಲ್ಲೂ ഒരുപോലെ തഖ്വയുള്ള ജീവന മുന്നോട്ട് പോണിച്ചൊന്തു സ്വന്തത്തെ മറക്കാൻ്റെ ഓരോരുത്തരൊട്ടിಗೆ ನೆನಪಾಕಿಕೊಂಡಿಲ್ಲ, വസിയത്താക്കിക്കൊണ്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിച്ചത് മുത്തഖിയായിട്ട് ചെയ്യുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വിശ്വാസിനിമാരെ, ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുസീബത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ മുസീബത്ത് പണ്ടത് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ പണ്ട ഒരു മുസീബത്ത്, അത് ഗഫലത്ത് ചൊന്നുള്ളതായിരിക്കും. അതായത് അശ്രദ്ധരായിക്കൊണ്ട് എന്തും ഏതും ദീനുൽ ഇസ്ലാമിലെ ശരീഅത്തിലെ നിയമനിർദ്ദേശന അത് ദുനിയവിയായിട്ടും പരലോകവുമായിട്ടുള്ള ഏതൊരു വിഷയം നോക്കുന്നുണ്ടെങ്കിലും വെറും ബച്ചാലിയായിട്ട് ഗഫലത്തിലായിട്ട് പോകേണ്ട പോലത്തെ ആൾമാർക്ക് ദുനിയാവിൽ ചമ്മ വിഷയം നഷ്ടപ്പെട്ടു പോണ്ടത് സ്വാഭാവികമായിട്ട്. ഈ ഗഫലത്ത് ചൊന്തുള്ള വിഷയ ഒരാളുടെ ജീവനത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എത്ര എത്ര ചമ്മ നമുക്കുള്ള അമലു സ്വാലിഹാത്ത്, ഖൈറാത്ത്, ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പോലത്തെ വിശാലത്തെ എല്ലാ രീതിയിലും അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതൊരു കാരണമാണ്. വേറെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗഫലത്ത് ചൊന്ത് അവന്റെ ജീവിതത്തിൽ ബർമോത്തുകും എല്ലാ നമ്മുടെ ബച്ചല അവന്റെ ലൈഫിൽ വയ്ക്കുമ്പോത്തും തിന്മയാറാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന പോലെ നിഅമത്തായ ടൈം വേസ്റ്റ് ആക്കുകയും അവന്റെ ഹെൽത്തിനെയും അവൻ നല്ല പോലെ ഉപയോഗപ്പെടുത്താത്ത പോലത്തെ ഒരു അവസ്ഥവും അങ്ങനെ ചുരുക്കി ചൊല്ലുണ്ടെങ്കിൽ അവന്റെ എല്ലാ അല്ലെങ്കിൽ അവന്റെ ടൈം വേസ്റ്റ് ആവുന്നതും അവൻ തിന്മകവും അല്ലെ വേണ്ട തരത്തും പോയി തെത്തുള്ള ഒരു ചാൻസ് അതിൽ യാറായിരിക്കും. അതായിരിക്കും ഒന്നാമത്തെ ചൊന്നത് ഏറ്റവും വലിയ മുസീബത്തിലൊരു മുസീബത്തായിരിക്കും മുസ്ലിമായിട്ടുള്ള ആൾമാർക്ക് ബാധിച്ചിട്ടുള്ളതും ചില ആൾമാർ ബാധിച്ചുകൊണ്ടുള്ളതും അത് ഗഫലത്ത് ചൊന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശ്വാസി ചൊല്ലുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഗഫലത്ത് ചൊന്നുള്ളത് ഈ ലേസി ആയിട്ട് പോകേണ്ട പോലത്തെ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഞങ്ങൾ അലർട്ട് ആയിരിക്കണം. ഇല്ലാണ്ടായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു 6 വിഷയത്തെ ഇന്നത്തെ ഒരു ഖുതുബല് നന്നൊട്ടിയും ഓരോരുത്തരുടെയും ನೆನಪಾಗುವು
ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തെ കേൾക്കുകയും ഈ ചൊല്ല നക്കും കേട്ട ഓരോ ആൾമാർക്കും അമൽ സ്വാലിഹാത്താക്കുക അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മറിയം അല്ലാഹു സുബ്ഹാനഹു ഒരു മുന്നറിയിപ്പ് ഇത് ചൊല്ലുന്നത് വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ചമ്മ മുന്നറിയിപ്പ് തന്നത്. അതായത് നാളെ പരലോകത്ത് എത്തിയപ്പോ ഖേദിച്ചിട്ട് ബേജാറായിട്ട് ടെൻഷനായിട്ട് പോകേണ്ട ചമ്മത്തെ ആൾമാരുണ്ട്. കാരണം എന്തേ അങ്ങ് ദുനിയാവിലിക്കുമ്പോൾ അങ്ങ് ഗഫ്ലത്തിലായിട്ട് പോയി തിന്നാണ്. അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാവിധത്തിൽ വിശ്വസിക്കുന്ന രീതി വിശ്വാസ കൈകൊള്ളാത്ത പോയി തിന്നാണ്. അങ്ങനെ സംഭവം ഒന്നും മനസ്സിലാക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം രീതിയിൽ ജീവനത്തെ നല്ലാക്കിയത് പരലോകത്തെ വിഷയത്തിൽ ശ്രദ്ധിച്ചത് പോകണം ചൊല്ലുന്ന ഒരു മുന്നറിയിപ്പ് എല്ലാ രീതിയിലും നമുക്ക് പഠിപ്പാടി തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി ഒരു ദുആയും കാണാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു കസ്ൽ അല്ലെങ്കിൽ ഗഫ്ലത്ത് ഇങ്ങനത്തെ വിഷയത്തിൽ നിങ്ങൾ എന്താക്കുന്നു അഭയ തേടണം. അത് നിങ്ങൾക്ക് കസ്ല് ചൊല്ലുന്ന ഒരു ബച്ചറായിട്ട് പോണ്ടേ ഗഫ്ലത്ത് ചൊല്ലുന്ന ഈ ബണ്ടതിൽ നിന്ന് നിങ്ങൾ എന്താക്കണം ദുആർക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ബറാദിക്കു വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയും ദുആ പഠിപ്പാട്ടി തിന്നണ്ടെങ്ക ഇപ്പൊ നിങ്ങൾക്ക് അറബിൽ ചൊല്ലണ്ടേ അങ്ങനെയും അതിലെ ഞങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ചൊല്ലണ്ടെങ്കിൽ ഒന്നാവട്ടിക്ക് ചമ്മ എന്താക്കണം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. ഗഫ്ലത്ത് ബന്ധണ്ടെങ്കിൽ അത്ര മാത്രം നമുക്ക് ഞങ്ങളുടെ ലൈഫിൽ പ്രയാസ ഒരു ചൊല്ലതിൽ ഒന്നാമത്തെ നമ്മൾ നോക്കണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവനത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഡേയിലും തുടക്കത്തിൽ എത്ര ആൾമാർ ഗഫ്ലത്തിലും അശ്രദ്ധരായിട്ടും ലേസായിട്ട് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ ഒന്നാമത്തെ പോയിന്റ് നോക്കണ്ടെങ്കിൽ അതേ നിസ്കാരം ചൊല്ലത് എത്ര മാത്ര ഹൈറായിട്ട് വർക്കറെ കണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയുണ്ട്. അതേ പള്ളി മിനാറത്തിലേക്ക് ഹയ്യാല الصلاة خير من النوم الصلاة خير من النوم ചന്തു ആ ബിലിക്ക് എത്ര ആൾമാർ എണിച്ചിട്ട് അതേ വർക്കറെ കാണ്ടി നല്ലത് നിസ്കാര ചൊല്ല ആ ബിലിക്ക് എത്ര ആൾമാർ ബിലിക്ക് കേട്ടിട്ട് ഉത്തരം കൊടുത്തോണ്ടുള്ള അല്ലെ. സുബൈനാരത്തില് ആ ഒരു നിങ്ങൾക്ക് വർക്ക് നിങ്ങൾ മുടില്ല. ചിലപ്പോ നല്ല ചലിക്കൽ ടൈം ഇട്ടു, ചിലപ്പോ നല്ല ആ ഒരു ബെഡിൽ വർക്കർ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോഴത്തേക്കു നിങ്ങൾ വർക്ക് മുടല. ആ വർക്കറെ കാണ്ടി നല്ലത് നിസ്കാര ചൊല്ലുമ്പോഴത്തേക്കു ആ നിസ്കാരത്തിക്ക് എത്തി പറയും എത്ര ആൾമാർക്ക് സാധിക്കാത്ത പോയിട്ടുള്ളൂ. അങ്ങ് നിസ്കരിക്കില്ല ഒന്നാമത്തെ ആൾമാർ. അങ്ങ് എനിക്കറിയും ചിലപ്പോ ജാവ് വരുന്നേരം 10, 12, 1, 2 ഗಂಟೆ എല്ലാവരും പിന്നെ എങ്ങനെ എനിക്കും സാധിക്കരുത്. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ആക്കണം. അവരത്ര വേഗം ഇശാ കഴിഞ്ഞിട്ട് ശരീരത്തിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം ഇല്ലാത്തുണ്ടെങ്കിൽ അവരത്ര വേഗം വരണം. വെറുതെ സ്ക്രോൾ ആക്കിയിട്ടും സോഷ്യൽ മീഡിയയിലും വെറുതെയും ടൈം വേസ്റ്റ് ആക്കിയിട്ട് പോകേണ്ട ആൾമാർക്ക് സുബഹിക്ക് എങ്ങനെ എത്ര വേഗം എനിക്ക് വരും. ചില ആൾമാർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അവരത്ര വേഗം അറിയണ്ടെങ്കിൽ ആ ഇത്ര വേഗത്തിൽ എനിക്ക് അല്ലാഹു തൗഫീഖ് തണ്ട. അതെ നോക്കൂ ചെമ്മത്താൽമാർ സുബഹിയിലെ പള്ളി മിനാരത്തിന് ബാങ്കർ വിളി കേൾക്കുമ്പോഴത്തേക്കും അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെയായിട്ടും അശ്രദ്ധരായിട്ട് ഗഫ്ലത്തിലായിട്ട് സുബഹി നിസ്കാരം പോലും മിസ്സായിട്ട് പോകേണ്ട ആൾമാർ ഇന്ന് ഞങ്ങൾ കൂട്ടത്തിലുള്ള ഞങ്ങൾ മനസ്സ് കൈ തൊട്ടത് കേൾക്കുന്നു. ഇന്നത്തെ സുബഹി മാത്രം ഞങ്ങൾ നിസ്കരിക്കാതെ പോയ ഒരു അവസ്ഥ ഇന്നുണ്ടെങ്കിൽ റബ്ബുറട്ടിക്ക് തൗബാക്കി മടങ്ങുമായി പോകുന്ന ഒരു വിഷയത്തിക്ക്. കാരണം അത് ചെറിയ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിൽ നിയമത്തിൽ അതേ പരലോകത്ത് ഒന്നാമത്തെ കേൾക്കുന്ന ഒരു വിഷയത്തിക്ക്. നാളെ പരലോകത്ത് സ്വർഗത്തേക്ക് പോകേണ്ട മുന്നേ ഞങ്ങളുടെ കീ വേണ്ടി ആ സ്വർഗത്തെ തുറക്കുക ആ കീ ആയിട്ട് നിസ്കാരം ചൊല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു വിഷയത്തിൽ പഠിപ്പാടിയത് അതേ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലു സ്വാലിഹാത്ത് അഫ്ളലായിട്ടുള്ളതിൽ പഠിപ്പാട്ടുമ്പോൾ ഒന്നാമത്തെ പഠിപ്പാടിയത് അസ്സലാത്തു അലാ വഖ്തിഹാ നിസ്കാരം അത് ടൈമിൽ നിസ്കരിക്കുന്നതായിരിക്കും. അപ്പൊ നിസ്കാരം ആ ടൈമിൽ നിസ്കരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലു സ്വാലിഹാത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. ആ നിസ്കാര ജീവനത്തിൽ ശരിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മുഅ്മിനായിട്ടുള്ള ആൾമാർ ആ ക്വാളിറ്റി ഉള്ള നിസ്കാരം മാത്രം ജീവനത്തിൽ ബന്ധമുണ്ടെങ്കിൽ അങ്ങനത്തെ നിസ്കാരമുള്ള ആൾമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂൻ പഠിപ്പാട്ടത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനായിട്ടുള്ള ആൾമാർ സക്സസ് ആയ വിജയിച്ച ആൾമാർ വിജയിച്ച് സക്സസ് ആയ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടണ്ടേ. ദുനിയാവിലും പരലോകത്ത് വിജയിക്കുന്ന ആൾമാർ ചെറിയ ചില്ലറ വിഷയമല്ല. അങ്ങനത്തെ വിജയിച്ച ആൾമാരെ അങ്ങനെ സക്സസ് ആയ പോലത്തെ ആൾമാരെ ക്വാളിറ്റി എന്തായിരിക്കും? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ
അങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ എന്ന പോലത്തെ ആൾമാരായിട്ടാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആൾമാർ ആ നിസ്കാരത്തിൽ ആ ഖുശൂ എന്നുണ്ടെങ്കിൽ അങ്ങ് വിജയിച്ച കൂട്ടത്തിലുള്ള ബാക്കി ഓരോ വിഷയം അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ മുഅ്മിനൂനിൽ വിശദീകരിക്കും. അതിൽ ഒരു വിഷയം ചൊന്നത് നിസ്കാരം. ഈ വിഷയത്തിൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തെ വിശദീകരിക്കുക. അപ്പൊ നിസ്കാരത്തിൽ നമുക്ക് എത്രമാത്രം ഖുശൂ വേണ്ട, നമുക്ക് ആ ഖുശൂറൊട്ടിಗೆ വിജയിക്കുകയും സക്സസ് ആവുകയും സാധിക്കുന്നുണ്ടായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ ആയത്ത് ഓതിയിട്ട് നമുക്ക് പഠിപ്പായി തന്നത്. അതേപോലെ നമുക്ക് ആ നിസ്കാരം ചൊല്ലത് ഞങ്ങൾ എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ടായിരിക്കും പഠിപ്പായിട്ട്. നമുക്കൊരു നിസ്കാര ഗഫലത്തിലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജീവനത്തെ എത്ര വലിയ വലിയ നഷ്ടമായിട്ട് സംഭവിക്കുമ്പോണ്ട്. അതെ, നോക്കൊരു നിസ്കാര ചൊല്ലു എത്രമാത്രം നമ്മൾ പ്രൊട്ടക്ട് ആക്കുന്നു. നിസ്കാര ചന്തത്തിൽ നിസ്കരിക്കുന്ന ആൾമാർ അങ്ങനെ ബെടുക്കത്തരത്തിൽ ഹറാമായിട്ടുള്ള പൊതിങ്ങത്തതുകളെ പോവാത്ത നിസ്കാരം കൊണ്ട് സംരക്ഷിക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ കണ്ണു കൊണ്ടുവത്തും അല്ലെങ്കിൽ ബാക്കി അവയവയെ കൊണ്ടുവത്തും ഹറാമായിട്ടുള്ള ഒരു വിഷയത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ തന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു. നിസ്കാരം പെർഫെക്റ്റ് ആവുമ്പോഴത്തേക്കും ആ നിസ്കാരം നിങ്ങളെ പ്രൊട്ടക്ട് ആക്കരുത്. നിങ്ങളെ ആ നിസ്കാരം പ്രൊട്ടക്ട് ആക്കിയത് ഹറാമായിട്ടുള്ള ഫാഹിഷത്തും ബെടുക്കത്തരത്തും പോവാത്ത പോലെ നിങ്ങൾ പ്രൊട്ടക്ട് ആക്കുക. നിങ്ങൾ നിസ്കാരങ്ങൾ പ്രൊട്ടക്ട് ആക്കിയ നിങ്ങളെ കണ്ണുകും കാതുകും നിങ്ങളുടെ ശരീരത്തോറും അവയവത്തും ഹറാമായ ഒരു വിഷയത്തും പോവാത്ത പോലെ സംരക്ഷണം നിങ്ങൾക്ക് തന്നതാണ് നിസ്കാര. ആ ഒരു ക്വാളിറ്റിയുള്ള നിസ്കാരം ആയിരത്തു ഓരോ ആൾമാർന്നും ശ്രദ്ധിക്കണം, ചിന്തനാക്കണം വിഷയത്തിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു ഏറ്റവും ചന്തത്തിൽ ഖുശൂഓടെ നിസ്കാരം നിർവഹിക്കുന്ന ആൾമാർ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ. ഈ നിസ്കാരത്തെ വിഷയത്തിൽ ഗഫലത്തിലായിട്ട് അശ്രദ്ധരായിട്ട് പോകേണ്ട ആൾമാരില്ലേ, അങ്ങനത്തെ ആൾമാർക്ക് പരലോകത്ത് കിട്ടേ അങ്ങനെ ഖേദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടു. ആ ഒരു ഖേദായിട്ട് എന്തിരെ ആ നരകത്തെ ചുറ്റിലും മലക്കർ നീക്കാറ് നരകത്തെ വിശാലത്തെ ഗാംഭീര്യത്തെ അതിൽ പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു വിഷയം നാം കേട്ടിരിക്കും. നരകത്തേക്ക് 70,000 ചെയിനുണ്ട്, 70,000 ചങ്ങലുണ്ട്. ആ ചെയിനിൽ ഓരോ ചെയിന്റെയും 70,000 മലക്കൈത്തിൽ പിടിച്ച് വലിച്ചമുണ്ട്. അത് എത്രമാത്രം വിലയിക്കുന്നത് 70,000 ചെയിൻ പിടിച്ച് കൊണ്ട് എന്തെങ്കിലും നരകത്ത് കൊണ്ടു. അതിൽ ഓരോ ചെയിനും 70,000 മലക്കിറങ്ങ പിടിച്ചു വലിച്ചുകൊണ്ട്. അപ്പൊ എത്ര വലിയ നരകത്തിക്കുന്നത്. ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള വാച്ച്മാനായിട്ടുള്ള ആ മലക്കിറങ്ങിക്കാറ് ഒരു മനസ്സിലൊരു കാണുമ്പോൾ ഒരു നരകത്തിൽ കത്തിത്ത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുന്ന പോലത്തെ ആൾമാരെ കാണുമ്പോൾ ഒരു ബേജാറ് പോലത്തെ ഫീലിംഗ് അങ്ങനെ അവിടെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന പോലത്തെ ആൾമാരുടെ കേൾക്കുന്നത്. അനിൽ മുജ്രിമീന ആ മുജ്രിമായിട്ടുള്ള ആൾമാരുടെ കേൾക്കരുത്. മാ സലകകും ഫീ സഖർ ഈ സഖർ ചൊല്ലുന്ന ഈ നരകത്തിലേക്ക് നിങ്ങൾ എങ്ങനെ വന്നെത്തിയാറ്? നരകത്തിലുള്ള ആൾമാർ ചൊല്ലുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിട്ടാണ് നിസ്കരിക്കാത്ത അല്ലെങ്കിൽ ആ നിസ്കാരത്തെ നെഗ്ലക്ട് ആക്കിയിട്ട് അതിന്റെ വിട്ടുപോയ പോലത്തെ ആൾമാർ നരകത്തിലോട് ഖേദിക്കുന്ന അവസ്ഥ എത്തിക്കരുത് അല്ലെ. നാം നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നല്ല അവസ്ഥ ഖേദിച്ച ഖേദത്തിൽ എന്തെങ്കിലും ഒരു ഫായ്ദ ഉണ്ടാവും. മലക്കിനോട് ചൊല്ലുന്ന അങ്ങനെ നിസ്കരിക്കാത്ത കാരണത്തിലേക്ക് ഈ സഖർ ചൊന്തല് നരകത്തിൽ എത്തിയത് ചൊല്ലും. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കുന്നു ഒരു വിഷയ നിസ്കാരത്തെ വിഷയത്തില് അശ്രദ്ധരായിട്ട് ഗഫലത്തിലായിട്ട് പോകേണ്ട ഒരു വിഷയത്തിൽ എല്ലാവരും എന്താക്കണം ശ്രദ്ധിക്കണം. നിസ്കാരത്തെ ടൈം എത്തുമ്പോഴത്തേക്ക് ഉറങ്ങാത്ത അലേർട്ടായിട്ട് നിസ്കാരത്തെ വിഷയം ശ്രദ്ധിക്കുന്നു, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. നോക്കൂ സഹാബത്തിന്റെ ചരിത്രത്തിലുള്ള അങ്ങ് യാത്ര പോയിട്ടും അങ്ങനെ ചമ്മ ദൂരത്തിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുബൈ നിസ്കാരത്തെ ടൈം മുട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങിയുണ്ടെങ്കില്ല. ഇൻ കേസ് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ചില വാച്ച്മാൻമാരെ അല്ലെങ്കിൽ നിപ്പാട്ടി തൈത്തിക്ക് ഉറങ്ങിയിരുന്നു. ഇതിന്റെ ടൈം ആകുമ്പോൾ വന്നൊക്കെ വേണ്ടിയിട്ട് ചില എന്താ ആൾമാർ നിപ്പാട്ടിയിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്ത് തപ്പീത്ത് മാത്രം ഉറങ്ങിപ്പോയെങ്ക നിസ്കാരം മിസ്സായി പോയെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളും എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കറോ. ഞങ്ങള് ബിസിനസ്സിലും ബാക്കി എല്ലാ വിഷയത്തും എല്ലാം വെച്ചതും ഞങ്ങൾ അത് അലേർട്ടാക്കുമോ നെനപ്പാക്കുമോ ആളും വെച്ച് തയ്ച്ചിരിക്കുന്ന ബാക്കിയുള്ള വിഷയത്തിന് ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തെ വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഞങ്ങളെ പോലും നെനപ്പാക്കുന്ന പോലത്തെ ആൾമാരെ ഞങ്ങൾ ഒട്ടിಗೆ അങ്ങനത്തെ ഒരു ചോയ്സ് ആക്കുക അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളിലെ എടുക്കുന്ന പോലത്തെ ആൾമാരായിരിക്കും. സമയത്ത് ആൾമാർ കൂട്ടമായിട്ട് ഫ്രണ്ട് സർക്കിളിൽ വിളിക്കുമ്പോഴത്തേക്കും നിസ്കാരത്തെ പള്ളി മിനാരത്തിൽ പാക്ക് വിളിക്കുമ്പോഴത്തേക്കും നിസ്കാരത്തെ വിഷയത്തിൽ ചില പൽക്ക് പോലും നടക്കില്ല. ചായ കുടിച്ചാൽ നിൽക്കുവാറ്, ഫുഡാക്കി നിൽക്കുവാറ്, ചിലപ്പോൾ എവിടെ പോയി ട്രാവലായി നിൽക്കുവാറ്. ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കായിട്ട് നിസ്കരിക്ക പോകണ്ടേ. ഇങ്ങനത്തെ ഒരു പൽക്ക് പോലും വരാത്ത പോലത്തെ ഒരു ടീം ഒട്ടിക്ക് ഞങ്ങൾ ഇന്നുണ്ടെങ്കിൽ ആ ടീം ഞങ്ങള് സ്വർഗത്തിൽ അല്ലെങ്കിൽ എത്തുപാട്ടൊരു ടീമല്ല ചൊന്നത് മനസ്സിലാക്കും. ഒരു ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ചൊല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഗഫ്ലത്തിലായിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗഫ്ലത്തിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഷയം നഷ്ടപ്പെട്ടു പോകുന്നു സ്വന്തമായിട്ട് ഒന്നാമതേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഖുർആന്റെ വിഷയത്തിലായിട്ട് ഖുർആനായിട്ട് ഹൃദയത്തിൽ സമാധാനം തന്നത്. ആ ഖുർആനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സമാധാനം തന്നത്. ആ ഖുർആന്റെ നിങ്ങൾ വിട്ടുപുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ എങ്ങനെ സമാധാനം കിട്ടും? ആലോചന കരു. എത്ര എത്ര ആൾമാർ മനസ്സിൽ സമാധാനം കിട്ടുക എന്തെല്ലാം രീതിയിൽ ഓരോ തെരുത കണ്ടെത്തിയുള്ളാറ്. ആ ഒരു തെരുളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു തെരുളല്ലാത്തെ ഒരിക്കലും ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ സമാധാനം കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ അവന്റെ ജീവനത്തിൽ സമാധാനം കിട്ടണ. ആ സമാധാനം കിട്ടുന്നത് എന്തിനായിട്ട് ചൊല്ലു? അല്ലാഹു സുബ്ഹാനഹു വ പടിപാടി സൂറത്തുൽ റഅദ് 28-ാമത്തെ ആയത്തിൽ ചൊല്ലുന്നത് അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആന്റെ ആയത്ത് ഓതി പടിപാടി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു എന്തൊരു ചൊല്ല്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതെ, ഹൃദയത്തിൽ സമാധാനം കിട്ടുന്നത് എന്തിനു ചൊല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സമാധാനം കിട്ടുന്നത് അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. വിശ്വസിച്ച ആൾമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിന് സമാധാനം ഇട്ടിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ദിക്റിലായിട്ട് ആ ഓതുന്ന ആൾമാർക്ക് ദിനനിത്യ ഖുർആൻ ഓതുന്ന ആൾമാർക്കില്ല ഒരു നാളങ്ങ് ഖുർആൻ ഓതുന്നത് മിസ്സായിട്ട് കണ്ട് സുബൈർ അസ്റത്തോട് മനസ്സിന് സമാധാനം കിട്ടാൻ ടെൻഷൻ ആവും. ഇന്നൊരു പേജ് ഖുർആൻ ഓതിത്തില്ലേ ചൊന്നൊരു ടെൻഷൻ. അത് വിശ്വാസിക്കാവൂ. സ്മാർട്ട് ഫോൺ ഉണ്ട് നിങ്ങളുടെ കയ്യില് ഒന്ന് ഡിസ്പ്ലേ പോയിട്ട് ഒന്ന് സർവീസ് സെന്ററിൽ ഒരു ജണ്ട് നാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത. ഒരു മെസ്സേജ് നോക്കോ ഇല്ല കോൾ ആക്കോ ഇല്ല സുബൈർ അസ്റത്തോട് ജണ്ട് നാളിൽ എന്തൊരു ബേജാറ് ടെൻഷൻ ഇല്ലേ ഉണ്ടു. അത് ചിലപ്പോ വേണ്ട ഔത്ത് മറന്നിട്ട് പോയിട്ട് ഞങ്ങൾ വേറെ ഞങ്ങള് സ്വർത്തോടെ എത്തിയത് അസ്വസ്ഥത്തോട് നമുക്ക് അസ്വസ്ഥത എന്ത് മനസ്സിലൊരു ഒരു വിപൃതിയാവും. ഖുർആൻ ഓർന്നാൽ ഓതാത്തണ്ട് ഞങ്ങൾക്ക് എപ്പോ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നതാ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സ് ചമ്മ വീക്കായിരുന്നു. ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ഈമാൻ ചമ്മ വീക്കായിരുന്നു. ഖുർആന്റെ വിഷയത്തിൽ ചമ്മ പേറുന്നു. അപ്പൊ ഖുർആൻ ഓതണം, ഡെയിലി ഓതണം. അത് റമദാനിന് മാത്രമല്ല ഓരോ നാളും നിത്യമായിട്ട് ഒരു കൃത്യമായിട്ട് ഒരു പേജ് സെലക്ട് ആക്കി ഡെയിലി ഖുർആൻ ഓതുന്ന ആൾമാർ ആവണം. ഖുർആന്റെ ആൾമാരായി തീരുമെന്ന് ശ്രദ്ധിക്കണം. അല്ലാണ്ടെങ്കിൽ ഖുർആന്റെ കിട്ടാ മനസ്സ് ഒരു സമാധാനം ചൊല്ലുന്നില്ലേ അത് നമുക്ക് കിട്ടാതായി. അതുകൊണ്ട് ദീൻ ഇസ്ലാമിൽ പടിപ്പാട്ടി തെരുളു മനസ്സിന് സമാധാനം കിട്ടു. ആ സമാധാനം അതിൽ തേടിക്കൊണ്ട് പോകണില്ലാത്ത ദുനിയാവിൽ കാണേണ്ട ബാക്കിയുള്ള ഏതെല്ലാം ഒരു വിഷയത്തിൽ സമാധാനം തേടേണ്ടെങ്കിൽ കിട്ടല്ല. ഇന്ന് സമാധാനം തേടിക്കൊണ്ട് പോയിട്ട് എത്ര എത്ര ആളും ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾമാരില്ലേ എന്തിയോ ഒരു കൊസി കിട്ടുന്നത് പോയപ്പോ ആ കൊസിന്റെ പേരിൽ ജീവന പൂർത്തി ഹലാക്കാക്കിದ್ದು പരലോകത്തും ഹലാക്കായിട്ട് അല്ലെങ്കിൽ പരലോകത്തെ അവസ്ഥയും ഹലാക്കായിട്ട് കൊണ്ടവರ അവസ്ഥയ്ക്ക് എത്ര എത്ര ആൾമാർ എത്തിയിട്ടാണ്. ചെറിയൊരു ഒരു തെല്ലൊരു ഒരു പൊടി എത്തിക്കും മൂക്കിൽ വലിக்கிறோமா അല്ലെ നാവിൽ അടിയിൽ വെக்கிறோமா എന്ന് കൊസി കിട്ടിച്ചൊന്ന് പോയതായിരിക്കും. ഒരു തെല്ല് ചില ആൾമാർ ചൊല്ലു ഇതൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആകാശം പറന്നു പോകേണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിത്തത്. അങ്ങനെ ഒരു പറന്നു പോയ ഫീലിംഗില് ഒരു വാരം 2 വാരം ഒരു തിങ്കൾ കഴിഞ്ഞപ്പായിത്തിക്കര് ഡോക്ടർ റിപ്പോർട്ട് എഴുതിയതല്ല നിന്റെ ലങ്സ് പോയിരുന്നു, നിന്റെ ശരീരത്തിൽ ഓരോ അവയവും ഡാമേജ് ആയിട്ട് പോയിരുന്നു. ഇനി നിങ്ങൾക്ക് യാതൊന്നാലും ചെയ്ക്കുള്ള ഒരു അവസ്ഥയ്ക്ക് ചെന്ന് ചൊല്ലുകാവല്ല. ലൈഫ് ലോങ് ആയിട്ട് ഒരു സീക്കുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു ഹറാമായിട്ട് ഒരു വസ്തു എടുത്തിട്ട് പോകേണ്ട ആൾമാർക്ക് പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ചൊല്ലുന്ന വിഷയത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മനസ്സിലൊരു ടെൻഷൻ പോലെ ബേജാറ് പോലെ എന്തെങ്കിലും ഫീൽ ആവുക ഖുർആൻ ഖിറാഅത്ത് എടുത്ത് വെച്ച് കേൾക്കൂ. അതിൽ വജിലത് മിൻഹൽ ഖുലൂബ് നിങ്ങൾ ഹൃദയം കിടുകിടാച്ചൊന്ന് ബർക്കർ. അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു ഖുർആൻ ചൊന്നത് ഖുർആൻ ഓതുന്നത് ആൾമാർക്ക് അങ്ങനെ തിലാവത്ത് കേൾക്കുമ്പോൾ ആ ഹൃദയം കിടുകിടാച്ചൊന്ന് ബർക്കർ നോക്കൂറല്ല ആലോചന കുറല്ല. ഖുർആൻ ഓതും എപ്പോഴും ഒരു മനസ്സിൽ ഒരു ബെരച്ചൽ വന്നിട കണ്ണിൽ തങ്ങി വന്നിട ഖുർആൻ ഓതുന്ന ആൾമാര് ഖുർആൻ ഓത്തുള്ളൂ അല്ലെങ്കിൽ ഖുർആൻ റെസിറ്റേഷനൊക്കെ ഹൃദയം എടുക്കരുത് കണ്ണിൽ നിന്ന് തണ്ണി വണ്ട് റോമലഞ്ച് നിൽക്കരുത്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു അവസ്ഥ നമുക്ക് വന്നതാണ് വണ്ട് ഇൻഷാ അല്ലാഹ് വരാത്ത ആൾമാർ ഖുർആനൊട്ടിಗೆ അത്ര മഹബത്തും ഖുർആന്റെ ആൾമാരായി തീരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വിഷയത്തിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന പോലത്തെ ആൾമാർ ഖുർആനിന്റെ മനസ്സിന് സമാധാനം തേടിയെടുക്കുന്ന പോലത്തെ ആൾമാർ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തത് അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഷയത്തിൽ ചമ്മത്ത ആൾമാർ ഗഫലത്തിൽ അശ്രദ്ധരായിട്ട് പോണ്ട ഒരു കൂട്ടത്തില് അതെ മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ദിക്റായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ട് ചമ്മ അദ്കാറുണ്ട്.
അധികാറില് വിഷയ കണ്ണു അധികാര വിഷയ നാവ് ചണ്ടി ആവാത്ത പോലത്തെ ആൾമാരുണ്ട്. സ്വബൈക്ക് അധികാറുണ്ട്, അസർക്ക് അധികാറുണ്ട്. ജീവനത്തെ എല്ലാ സന്ദർഭം നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പാട്ടില്ല ഉറങ്ങുമ്പോഴത്തേക്ക് അധികാറുള്ളൂ. ഇങ്ങനെല്ലാ ദിക്കറും ഞങ്ങൾ ടച്ചായിട്ട് പോയിട്ടുള്ള ഇതും അങ്ങനെ. ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സ്വബൈ നേരത്ത് എഞ്ചിത് പള്ളി ബന്ധ ചിലപ്പോ പള്ളിയിൽ വെച്ചത് അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈമിലേക്ക് ചിലപ്പോ പിന്നെ കിച്ചൺ ഏതോ ഒരു ടൈം ആ ദിക്കർ സ്വന്തം പൂർത്തിയാക്കുമ്പോൾ മനസ്സ് കിട്ടുമ്പോൾ ഒരു ബറക്കത്തുണ്ട്, ഒരു കൊസ്റ്റുണ്ട്, ഒരു റാഹത്തുണ്ട്. അണ്ട് മാത്രം ഒരു 4 ദിക്കർ സ്വബൈയിലെ ദിക്കർ ചൊല്ലോ മിസ്സായിട്ട് ഡിലേ ആകുമ്പോഴത്തേക്കും മനസ്സിക്ക് ഒരു ഭയങ്കര ഒരു വിപത്തിയാവും. മനസ്സിക്ക് ഒരു സമാധാനം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് കിട്ടിയ ആൾമാരുള്ളൂ. അതൊരു അനുഭവമായി ദിക്കർ. ആ ദിക്കർ ചൊല്ല ആൾമാർ ഇന്ന് ദിക്കർ ചൊന്തില്ലല്ലേ ബിസി ആയിട്ട് ഇനിങ്ങനെ പോയി സമാധാനം കിട്ടണ്ട തെല്ല് സൈഡിൽ നിന്നെടുത്ത് ഇനി ബാക്കിയുള്ള സ്വതല്ല സൈഡ് വെച്ച് ദിക്കർ ചൊന്ത് ബാക്കി കണ്ടിന്യൂ ആക്കി എത്ര ആൾമാർ ചരിത്രം കാണാൻ സാധിക്കും. അപ്പൊ എന്ത് ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വെച്ചത് ആ ബറക്കത്ത് നേടിയെടുക്കണോ. അല്ലാണ്ടെങ്കിൽ നിങ്ങൾ കസ്ലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലേസി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ബറക്കത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് സ്വബൈ തുടങ്ങുമ്പോഴത്തേക്കും സ്വബൈ എണിക്കുമ്പോഴത്തേക്കും അത് വർഗുമ്പോഴത്തേക്കുമുള്ള ദിക്ർ ദിനനിത്യ ആക്കലുണ്ടെങ്കിൽ ആ ദിക്ർ നമുക്ക് എന്താവും സാധിക്കും. ഒരു നാൾ അന്നത്തെ ഹോൾ ഡേ എന്താക്കാം ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ അധികാർ ഉള്ള പോലത്തെ ആൾമാർ അധികാർ ഇല്ലാത്ത പോലത്തെ ആൾമാർ ജണ്ട ആൾമാരെ വ്യത്യാസമുണ്ട്. മസലുല്ലദീ യദ്കുർ റബ്ബ വല്ലദീ ലാ യദ്കുർ റബ്ബ കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. സുബ്ഹാനല്ലാഹ്. ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ദിക്റുമായിട്ട് പോണ്ട ഒരു വ്യക്തി, പിന്നെ ഒരാൾ ദിക്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ, രണ്ടാളെ ഡിഫറൻസ് ഉണ്ട്. ഒരാൾ ഹയാത്തിന പോലെ ദിക്റാക്കൽ, പിന്നെ ദിക്റാക്കാത്ത മരിച്ച മയ്യത്തിനെ പോലെ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയൊരു എക്സാമ്പിൾ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ ദിക്റാക്കുന്ന ഒരു വ്യക്തി തന്നെ നമ്മൾ ഹയാത്തുള്ള പോലെ ആയിത്തീരും. ദിക്റില്ലാണ്ടെങ്കിൽ ഒരു മരിച്ച ഒരു മയ്യത്തിനെ പോലെ ആയിത്തീരും. ഞങ്ങൾ ഉദാഹരണമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് അതുകൊണ്ട് ദിക്റാക്കലുണ്ടെങ്കിൽ അള്ളാഹു ചമ്മ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ തന്നെ. ദിക്ർ വിഷയം നോക്കലുണ്ടെങ്കിൽ അതൊരു വലിയൊരു വിശാലമായിട്ടുള്ള അതൊരു ഫദൽച്ചുള്ള ഒരു വിഷയത്തിൽ അവൻ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ജീവിതത്തിൽ ഒരു ബറക്കത്ത് നേടിയെടുക്കുള്ള ഒരു വിഷയമായി ദിക്ർ ചൊല്ലതും. അതേപോലെ ദിക്ർ കൊണ്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പ്രൊട്ടക്ഷൻ ജീവിതത്തിൽ നമുക്ക് തണ്ട് സ്വന്തമായി ദിക്ർ കൊണ്ട് ചൊല്ലുന്ന ചെറിയ ദിക്റായി വലിയ കൂലി എടുക്കുമ്പോൾ സാധിക്കുന്ന ഒരു വിഷയത്തിൽ ദിക്ർ ചൊല്ലുമ്പോൾ ദിക്റിൽ ചൊല്ലണ്ടെങ്കിൽ അന്നത്തെ ഹോൾ ഡേ ശൈത്താന്റെ എല്ലാ രീതിയിലും വസ്വാസിൽ നിന്നും ഫിത്നയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്ന ചൊല്ലുള്ള ഫദലല്ല ദിക്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിയ അദ്കാറുമായിട്ട് എന്താക്കണം ശ്രദ്ധിക്കണം. ഇനി അദ്കാർ നോക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ആൾമാർക്ക് ബുക്കായിട്ട് ഹിസ്നുൽ മുസ്ലിമിന്റെ യോടെ പോയി കിട്ടുന്ന ചാൻസ് ഉണ്ട്. അതെടുത്ത് നിങ്ങൾ കയ്യിൽ വെച്ച് പോകാം. അല്ലാണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ സ്മാർട്ട് ഫോണിൽ അതിലൊന്ന് ഗൂഗിൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഹിസ്നുൽ മുസ്ലിം ചൊല്ലുന്നത് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പില് കന്നഡത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അങ്ങനെ എല്ലാ ഒരു 4-5 ലാംഗ്വേജിലും അത് ട്രാൻസ്ലേറ്റ് അടക്കമുണ്ട്. അതില് ഓരോ കഷ്ടവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ആക്കിയാൽ ഞങ്ങളോട് ഒന്ന് പ്ലേ എത്തി കിട്ടുമ്പോൾ സംവിധാനം എല്ലാം ഉണ്ട്. എടുത്തത് ഉപയോഗപ്പെടുത്തണം, ശ്രദ്ധിക്കണോ, അതിന് ഫായ്ദ എടുക്കണം ചെന്നുള്ളത് മാത്രം. ഇനെന്താവും തീരാ ഈ ഒരു വിഷയത്തെല്ലാം അശ്രദ്ധരായിട്ട് പോയെങ്കിൽ പരലോകത്ത് കേദിക്കുന്ന നാളുണ്ട്. റബ്ബേ അണ്ട് ദിക്റാക്കി തിന്നല്ല, റബ്ബേ അണ്ട് ഖുർആൻ ഓതി തിന്ന നല്ലിക്കാത്ത, റബ്ബേ അണ്ട് എഞ്ചിത്ത് വർക്ക് മുട്ടത് എഞ്ച് നിസ്കരിച്ചത് എത്ര നല്ലിക്കാത്തുണ്ട്. ആ ഒരു കേദിക്കുന്ന ഒരു നാളുണ്ടല്ലേ, ആ കേദിക്കറക്കാട്ടി മുന്നറായിട്ട് ഞങ്ങൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കലുണ്ടെങ്കിൽ ഭാര്യ നല്ലിക്ക് സ്വന്തമായി ഈ അവസ്ഥയിൽ നെനപ്പാക്കുള്ളൂ. അതേപോലെ ഞങ്ങൾ മനസ്സിലാക്കുള്ളേ 4ാമത്തെ ഒരു വിഷയത്തിക്ക് എന്തായിട്ട് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചൊല്ലത് ഞങ്ങളെ റിസ്ക് വിശാലാക്കി തണ്ട്. ജീവിതത്തിൽ റിസ്ക് വിശാലായിട്ട് കിട്ടണം ചൊല്ല് ആഗ്രഹിക്കുന്ന ഓരോ ആൾമാർക്കും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഇസ്തിഗ്ഫാർ യാറാക്കണം ചൊല്ല്. നാനും നിങ്ങൾ ഓരോരുത്തരുടെ ഒരു നസിഹത്ത് ഇസ്തിഗ്ഫാർ യാറാക്കുക. അണ്ടത്തെ നാളെ നിങ്ങൾക്ക് ബറക്കത്ത് കാണും. അത് ഗ്യാരണ്ടി ആയിട്ട് ജീവിതത്തിൽ ചരിത്രത്തിൽ ചമ്മ ചരിത്രമുണ്ട്. അതിൽ ഒന്നായി ശ്രദ്ധിക്കുക. ഒരു ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ശരിയുണ്ട്. അയാളെ മുട്ട ഒരാൾ ಬಂದು കേൾക്കറ്, 3 ആൾമാർ ಬಂದು ചില ക്വസ്റ്റ്യൻ കേൾക്കറ്. ആയത്ത് ബറകാലായിട്ടിക്കറ്, മലയില്ല, കഷ്ടത്തിലുണ്ടു. അയാളുടെ പിന്നൊരാൾ ಬಂದು കേട്ടിട്ട് മക്കയില്ല, അയാളുടെ ഒരു പിന്നെ ആൻസർ കൊടുക്കൂ. വേറൊരാൾ ಬಂದು ജന്നാമത്താൽ ഇസ്തിഗ്ഫാർ കുറിച്ചുണ്ട്. അങ്ങനെ ഒരാൾ ചൊന്നു കഷ്ടത്തിലുള്ള ഫഖ്റായിട്ടിക്കറ്, ദാരിദ്ര്യത്തിക്കറ് ഇസ്തിഗ്ഫാർ ആക്കും. 3 ആൾ ಬಂದು 3 ಪ್ರಾಬ್ಲಮ್ ചെന്നപ്പോയും
അയാൾ ചൊന്ന ആൻസർ ഒന്നേ ഇസ്തിഗ്ഫാറാക്കും. അവിടെ 4 മാർ കേട്ടാണ് നിങ്ങൾക്ക് ಬಂದ 3 ആൾമാർ 3 ടൈപ്പിൽ ಬಂದು 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ കേട്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഒരേ ആൻസർ ആയിട്ട് കൊടുത്തു ചൊന്നപ്പ അയാൾ ചൊന്ന ആൻസർ ഭാരി മനസ്സിൽ തട്ടുപോത്ത ആൻസർ ನಾನು ನನ್ನ ಭಾಗമായിട്ട് ഒന്നും ചൊന്നില്ല ನಾನು ನನ್ನ ಓನ್ ಆಯ್ತು ഒരു വിഷയം ചൊന്നില്ല അല്ലാഹു എന്തായിട്ട് പടിപാട്ടിരമ അതായിട്ട് ഞാൻ ചൊന്നത് എന്തായിട്ട് ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തെ ഓതി കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് എന്തായിട്ട് ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ആക്കണം. അല്ലാഹു മഗ്ഫിറത്ത് തന്നോളായിരിക്കുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്തിഗ്ഫാർ ആക്കറ മുഖാന്തര അല്ലാഹു കൊടുത്തു ഒന്നാമത്തെ എന്തായിട്ട് ആകാശത്തിൽ മഴ തന്നെ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ഒന്നാമത്തെ കേട്ടതല്ലേ പ്രായത്തെ ബറകാലുണ്ട് പരിഹാരം ഇസ്തിഗ്ഫാർ ആക്കുമ്പോൾ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാമത്തെ കേട്ടത് എന്തിനെ മക്കയില്ല ചൊന്തും അതേപോലെ മൂന്നാമത് ചൊന്തു ഫഖ്റ ഇതിൽ ചൊല്ലുന്നത് എന്തായിട്ട് വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാർ. മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റിസ്ക് വിശാലാക്കി തന്നാൻ അല്ലാഹു സുബ്ഹാനഹു സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു ഇട്ട് തന്നാൻ. അപ്പോൾ എന്താക്കുന്നു ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ യാറാക്കൾ ഉള്ളത് ഒരു വിഷയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ യാറാക്കണം. ഇസ്തിഗ്ഫാർ യാറാക്കണം ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രം ഒരു ചൊല്ലു ഇഷ്ടപ്പെട്ട ഒരു ഇസ്തിഗ്ഫാർ വിഷയം ദൈർഘ്യമായ ചരിത്രം ഉണ്ടെങ്കിലും സൗദിയിൽ ജീവിച്ചിരിക്കലെ വലിയൊരു പണ്ഡിതനായിട്ടുള്ള ഒരു അയാളുടെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളൊത്തൊരു പഞ്ചാമാപ്പിളയുടെ ചെറിയൊരു അപ്പറിപ്പറ പൽക്കയത്ത് മക്കയില്ലാണ്ട് മക്കാവാത്തൊരു വിഷയത്തിലൊരു ബേജാറുണ്ട്. അങ്ങനെ നല്ല പോലെ ഒരു പറഞ്ഞാൽ ഒരു വെള്ളിയാസായിട്ട് നല്ല പോലെ ഒരു ചെറിയൊരു പൽക്കയത്ത് അവസാനം അയാള് അവത്തിൽ നിന്ന് ഭർത്തായിട്ട് ഇതിന് ഒട്ടിക്ക് പോകേണ്ട ചെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. രണ്ടാള് രണ്ട് രീതിയിൽ ഭർത്തായിട്ട് പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തി തിന്ത് അങ്ങനത്തെ ഒരു മൂമെന്റ് ആയി തിന്ത് പള്ളി വന്ന് ഖുതുബ കേട്ടത് മനസ്സിൽ ഒരു ചേഞ്ച് ആയിട്ട് ഇസ്തിഗ്ഫാർ ആയിട്ട് തന്റെ വിഷയ ടോപ്പിക് ഇസ്തിഗ്ഫാറിന്റെ വിഷയം കേട്ടതായി പിന്നെ അയാൾ ഒത്തു പോയിട്ട് ചെന്ന ഒരു വിഷയം ഉണ്ടു പെഞ്ഞാരൊട്ടിക പെണങ്ങിട്ട് പോയത് ഇനി ഒരു രീതിയിലും ഒട്ടിക ഒരു ചാൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പള്ളിക്ക് പോയി റിട്ടേൺ വന്നാൽ പിന്നെ ചൊന്തു പോയൊരു അവസ്ഥയിലല്ല നാ വന്നത് എല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ ഒരു പുതിയൊരു തീരുമാനമായിട്ട് നാ വന്നത് എന്നെ ചന്തത്തിൽ ജീവൻ മുന്നോട്ട് പോകണം ആയെങ്ക മുന്നോട്ടോടെ ചന്തത്തിൽ പോണ ഒരു കണ്ടീഷൻ ആ കണ്ടീഷൻ വെച്ചിട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകണ്ടേ എല്ലാ നാളും ഇസ്തിഗ്ഫാർ ആക്കിയിട്ടായിട്ട് നമ്മൾ പോകണ്ടേ. ആ ഇസ്തിഗ്ഫാറും നടത്തിയിട്ട് അങ്ങനെ ആ ഒരു വിഷയം പഠിച്ചത് അയാൾ ഇസ്തിഗ്ഫാർ ജീവനം തുടങ്ങിയിട്ട് ഒരു നാൾ അയാളുടെ ഖുതുബ കഴിഞ്ഞിട്ട് ആ ശേഖരെ കാത്തു വെച്ചിട്ട് അയാളുടെ വിഷയം ചൊന്തു ഞാൻ നിങ്ങൾ ആ ഖുതുബയും കേട്ടിട്ട് ഞങ്ങൾ ഇസ്തിഗ്ഫാർ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾ മുന്നോട്ട് പറഞ്ഞു എന്റെ പെഞ്ഞായി പ്രഗ്നന്റ് ആയിട്ട് നോക്കൂ. ആ ഇസ്തിഗ്ഫാറിനുള്ള ഒരു പവർ അത് അല്ലാഹു കൊടുത്തതായിട്ട് ആ ഇസ്തിഗ്ഫാർ യാറാക്കുന്നത് ശ്രദ്ധിക്കണം. ആ ഒരു എത്ര ടൈമിൽ ഈ ചൊല്ലുമ്പോൾ മനസ്സ് ഒരു നല്ല ലൈഫിൽ എത്രയോ ഫീലിംഗ് ആയിരുന്നു അത് നിങ്ങളുടെ അത് എങ്ങനെ ചൊല്ലണം ചെന്ന് പിടിയാണ് അത്രമാത്രം ഇസ്തിഗ്ഫാറിൽ ഒരു ബറക്കത്തും ഒരു കൊസ്റ്റിയും അല്ലാഹു സുബ്ഹാനഹു ചമ്മ ഇട്ടതുണ്ട്. അത് നിങ്ങൾ എന്താക്കുന്നു നിങ്ങളുടെ ഒരു ഷെയർ ആക്കും ചൊല്ലുക ഇസ്തിഗ്ഫാർ യാറാക്കും ഒരു നാല് ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലും അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ചൊല്ലും അത് ഒരു 100 വട്ടം ചൊല്ലുണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയൊരു ഫضലുണ്ട് ചൊല്ല് അത് നമ്മൾ മനസ്സിലാക്കി പോലത്തെ ആത്മാറിയുന്നത്. അതുകൊണ്ട് ചൊല്ലുകൾ ഷോർട്ടായി ചൊല്ലുക ഇസ്തിഗ്ഫാർ യാറാക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലാക്കി തന്ന ആ റിസ്ക് വിശാലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇസ്തിഗ്ഫാർ യാറാക്കും. ഇന്ന് അവസാനത്തിൽ ഒരു ജന്മ വിഷയം നെനപ്പാക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ജാവത്ത് നിസ്കാരത്തെ വിഷയത്തിലും തൗബത്തെ വിഷയത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തെ കേട്ടത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ കൊമ്പറുക അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. വിശ്വാസിമാരെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചിട്ട് മുത്തഖിയായിട്ട് ചെയ്യിക്കുന്നു ചൊന്ന് സ്വന്തത്തെ മറക്കാണ്ട് ഓരോരുത്തരുടെയും നെനപ്പാക്കിയുള്ള വസിയത്താക്കിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് മുത്തഖിയായിട്ട് ചെയ്യിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുന്നു. ചൊന്നു വന്നത് അശ്രദ്ധരായിട്ട് ഗഫലത്തിലായിട്ട് പോണ്ടേ പ്രധാനപ്പെട്ട ചില വിഷയത്തിൽ നെനപ്പാക്കി വന്നത് അതിൽ അവസാനത്തോടെ രണ്ട് വിഷയം നെനപ്പാക്കുള്ളത്
ജാവത്തെ നിസ്കാരായിട്ടിരിക്കുന്നു. ജാവു ഖിയാമുൽ ഇശാ കഴിഞ്ഞിട്ട് അതേപോലെ സുബൈ നേരത്തെ ഉൾക്കൊള്ള ഒരു ടൈമില് നിസ്കരിക്കുന്ന വിഷയത്തില് ചൊന്നു വന്നത്. സഹാബത്തില് ചില വിഷയത്തിൽ പൽക്ക് വന്ന അല്ലെങ്കിൽ സഹാബത്തിന്റെ ഇടയിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈ വന്ന ഒരു വിഷയത്തില് അതില് ഒരു ടോട്ടൽ ആയിട്ട് ഒരു വിഷയം എന്നുണ്ടെങ്കിൽ ചില ആൾമാർക്ക് ഉറങ്ങിയ ടൈമിൽ അയാൾക്ക് പിന്നെ ഒരു തഹജ്ജുദ് ടൈമിൽ എനിക്ക് അല്ലെങ്കിൽ ചില വർക്ക് വിട്ട പോലത്തെ വർക്കായിട്ട് ഇനി എനിക്ക് സാധിക്കാത്ത പോലത്തെ ചില ആൾമാർക്ക് അങ്ങോട്ട് ചൊല്ലു ഇശാ കഴിഞ്ഞ് സുന്നത്തിൽ കഴിഞ്ഞ് 2 റക്അത്ത് ഒരു 3 റക്അത്ത് നിസ്കരിക്കും ട്രൈ ആക്കും. അതല്ല നമുക്ക് തീരും എന്ത് വേണമെങ്കിൽ സുബൈര് മുന്ന ലഞ്ചിട്ട് ഒരു 3 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് തീരും. ബാക്കി എല്ലാവർക്കും തീരല്ലേ. അങ്ങനത്തെ ഒരു മനസ്സിനുണ്ടെങ്കിൽ അതായിട്ട് ഏറ്റവും അഫ്ദൽ ചെന്തു ನೆನಪಾക്കുള്ളത്. അങ്ങനത്തെ ഒരു ജാവഞ്ച് നിസ്കരിക്കുന്ന പോലത്തെ ക്വാളിറ്റി ഉള്ള ആൾമാർക്ക് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു ഒരു വലിയൊരു ബറക്കത്ത് മനസ്സ് ഒരു സമാധാനം അതല്ലിട്ട് തന്നെ അത് നിസ്കരിച്ച ആൾമാർക്കേ അതൊരു ഫീലിംഗ് പിടിയാവും. വേറെ ആർക്കും ആ ഒരു ഫീലിംഗ് പിടിയാവില്ല. വേറെ ആൾമാർ ആ ജാവത്ത് നിസ്കാരം എന്ത് ആ ജാവലിച്ച് നിസ്കരിക്കുന്നു ചിലപ്പോൾ അങ്ങനത്തെ വിചാരിച്ചു പോകും. അയങ്ക ജീവനത്തിൽ 1 റക്അത്ത് 3 റക്അത്ത് മിനിമം എല്ലാ നാളും നിസ്കരിക്കുന്ന ആൾമാർക്കില്ലേ അങ്ങ് ഇന്നും ചൊല്ല ഈ ഒരു നിമിഷത്തിൽ പോലും അങ്ങനെ മനസ്സിലുള്ള ബറക്കത്തും മനസ്സിലൊരു സമാധാനം അത് ഇട്ട് കൊടുത്തു അത് അങ്ങ് ഫീൽ ആക്കിയുള്ള ആ നിസ്കാരത്തിൽ പവറായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തെ വിഷയത്തിൽ ചമ്മ വിഷയം പഠിപ്പാട്ടുണ്ടെങ്കിൽ നോക്കറും കഞ്ഞുപോയ സാലിഹായിട്ടുള്ള ആൾമാർ ജീവിതത്തിൽ എപ്പോഴും കൊമന്ന പോലത്തെ ഒരു വിഷയത്തില് ജാവത്ത് നിസ്കാരിച്ചുള്ളത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുട്ടാവുക ചാൻസ് ഉള്ള അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് മുട്ടാവുള്ള ഒരു വിഷയത്തില് ജാവത്ത് നിസ്കാരത്തിൽ നോക്കൂ. ഒന്നാമത്തെ ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു ഇനി പണ്ട് ടൈം ആയിട്ടില്ല. അപ്പൊ എന്ത് വേണമെങ്കിൽ റബ്ബറൊട്ടി കേൾക്കറു നാ തണ്ടാ ചൊന്തുള്ള ഒരു അവസ്ഥ എത്തിക്കല് ആ ഒരു ടൈമിൽ. അതുകൊണ്ട് അള്ളാഹുമായിട്ട് യാറെ മുട്ടാവുള്ള ഒരു ടൈം എത്തിക്കൽ അല്ലെങ്കിൽ മുട്ടാവുള്ള ഒരു വിഷയത്തിക്കല് ജാവത്ത് നിസ്കാരിച്ചെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ നിങ്ങൾ ബെടക്ക് തലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബെടക്ക് പോവാതെ പോലെ പ്രൊട്ടക്ട് ആക്കുകയും മിസ്റ്റേക്സ് ಬಂತಿന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സിനെ മാഫാക്കി മഗ്ഫിറത്ത് നേടിയെടുക്കുമ്പോൾ ഒരു ചാൻസ് എത്തിക്കൽ ജാവത്ത് നിസ്കാരം. ആ ജാവത്ത് നിസ്കാര ജീവിതത്തിൽ എപ്പോഴും കൊമ്പറോകുന്ന എന്താക്കുന്നു ശ്രദ്ധിക്കണം ചെന്ന് ഓരോട്ടിക്ക് ನೆನಪಾಕೊಳ್ಳುವುದು നോക്കൂ. അവസാനമായിട്ടൊന്ന് ನೆನಪಾಕೊಳ್ಳുವುದು തൗബ ചൊല്ലതായിരിക്കും. അള്ളാഹുട്ടിಗೆ തൗബ ആക്കിയിട്ട് മടങ്ങും. തൗബ ചൊന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ಬಂದ ഒരു മിസ്റ്റേക്സ് റബ്ബറട്ടി ഏറ്റുചൊല്ല് റബ്ബേ ഇങ്ങനെയಂತ ഒരു മിസ്റ്റേക്സ് ലൈഫിൽ ಬಂತು ಏನು ಆ ഒരു ഭാഗത്തിಗೆ ಇಲ್ಲ ಚಂದ ചൊല്ലದು ಏನು പുതിയത് നല്ല നല്ല അമൽ സാലിഹാത്തായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഒന്നാമത്തെ ആ ഒരു ബെടക്ക് തല പുട്ട് നിൽക്കരുത്. രണ്ടാമത്തെ ആ വിഷയത്തിൽ ഖേദമുണ്ട് റബ്ബേ ഇങ്ങനത്തെ ആക്കി പോയല്ലേ ചെന്നുള്ള ഖേദമുണ്ടത്. അതിൽ പിന്നെ പുതിയ അമൽ സാലിഹായിട്ട് മുന്നോട്ട് പോകേണ്ടത്. നോക്കൂ തൗബാക്കുക നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു ഓപ്പർച്യൂണിറ്റി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിയത് ഇങ്ങനെയായിട്ട് ഹദീസിലുള്ളത് ജാവു മിസ്റ്റേക്സ് ആക്കി പോലത്തെ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു സുബൈ പോൽ നേരത്തിൽ അല്ലാഹ് കാത്തുള്ള നോക്കൂ നിങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കി തൗബാക്കി മടങ്ങൂ നിങ്ങൾക്ക് മാഫാക്കി തരവ് റെഡിയുള്ള പോൾ മനത്തില് മിസ്റ്റേക്സ് ആക്കിയ പോലത്തെ ആൾമാർക്ക് തൗബാക്കി മഗ്ഫിറത്ത് കൊടുക്കൂ. അല്ലാഹു ജാവു നേരത്തെ കൈ നീട്ടിട്ടുള്ള ചന്ദ്രയ്ക്ക്. അപ്പൊ നോക്കൂ ഇസ്തിഗ്ഫാറും തൗബാക്കി മടങ്ങൂ നമുക്ക് ടൈമുണ്ട്. എത്രത്തോളം ചെന്നുണ്ടെങ്കിൽ ഇന്ന് മശരിക്കിൽ നിന്ന് അതെ സൂര്യ ഉദിച്ചിട്ട് മഗ്രിബിൽ അസ്തമിക്കുന്നുണ്ടെങ്കിൽ ആ മഗ്രിബിൽ നിന്ന് സൂര്യ ഉദിക്കുന്നോടത്തോളം നമുക്ക് ഇസ്തിഗ്ഫാർ ആക്കുക തൗബക്ക് ചാൻസ് ഉണ്ട്. അതിൽ പിന്നെ ചാൻസ് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തങ്ങൾ ബിൽക്കിற വീഡിയോ ഉണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ബേജാറാവണ്ട. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ ആവുകയില്ല. അല്ലാഹു ചൊല്ലു നിങ്ങൾ എത്ര മിസ്റ്റേക്സ് ആക്കിയിട്ടുണ്ടെങ്കിലും നന്നൊട്ടിಗೆ തൗബ ആക്കിയിട്ട് മടങ്ങോರು ഇസ്തിഗ്ഫാർ ആക്കി മടങ്ങോರು ഞാൻ നിങ്ങൾക്ക് മാഫാക്കി തരാം. ഞാൻ നിങ്ങൾക്ക് തൗബ തണ്ട അല്ലാഹു വിലയിക്കുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ബേജാറാവണ്ട, നിങ്ങൾ നിരാശരാവണ്ട. നമുക്ക് തൗബ കിട്ടുക, നമുക്ക് അല്ലാഹു മാഫാക്കി തരുക, നമുക്ക് നാളെ സ്വർഗ്ഗം കിട്ടുക. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തൗബ തണ്ട ഇസ്തിഗ്ഫാർ ആക്കുക തൗബ ആക്കി മടങ്ങോರು. അല്ലാഹു പ്രവിശാലമായിട്ടുള്ള അല്ലാഹു റഹ്മത്ത് കൊണ്ടുത്തു അല്ലാഹു നിങ്ങൾക്ക് എല്ലാ തൗബത്തെ സ്വീകരിക്കുകയും മഗ്ഫിറത്ത് തരവും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുള്ള ചന്തൈതി. അല്ലാഹു വെളിച്ചത്തിൽ എത്ര മിസ്റ്റേക്സ് ആക്കിയിട്ടുണ്ടെങ്കിലും അല്ലാഹു ഖുൽ യാ ഇബാദി ನನ್ನ ಪರಿಸತ್ತೆ ದಾಸ ಚಂದವರು ಬಿಳಿ ಉಂಡಲ್ಲಿ ಅದೆತ್ರ ಮಾತ್ರ ಮನಸ್ಸು ತಟ್ಟಬಹುದು ವಿಲೇತಿಗರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ತೌಬ ಆಕಿದ್ದು മടങ്ങിപ്പോത് ആൾമാർ കൊടുത്ത് അല്ലാഹു നിങ്ങളെല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചൊന്നു വന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിസ്കാര ഒരിക്കലും വർക്ക് കൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നീരാണ്.
അതേപോലെ ഞങ്ങൾ അശ്രദ്ധരായി ലേസി ആയിക്കൊണ്ടു ഖുർആൻ ഓതുന്നു, ഖുർആൻ നിന്ദിക്കിട്ട് മനസ്സമാധാനം ഞങ്ങൾ നിന്ന് നഷ്ടപ്പെട്ടു പോതീറ. അതേപോലെ ഞങ്ങൾക്ക് ഗഫ്ലത്ത് ഉള്ള കാരണത്തിൽ ഞങ്ങളുടെ ജീവനത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോണ്ടേ ആ അദ്കാറെ ദിക്ർ ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകുതീറ. ഞങ്ങളെ റിസ്കിൽ വിശാലത കിട്ടപ്പോഴത്തെ ഇസ്തിഗ്ഫാർ ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകുതീറ. അതേപോലെ ജാവത്ത് നിസ്കാരം കൊണ്ടു മനസ്സിന് സമാധാനം കിട്ട ആ ജാവത്ത് നിസ്കാര ನಾವು ಒರ್ಕಲು ಮುಟ್ಟುಬೋದಿರ. ತೌಬಾ ಚಂದುಲು ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു റഹ്മത്താക്കി തന്നെ ആ തൗബത്തിനെ മുറുക്കಲು മുട്ടുപോദിര. ഇതേതൊന്ന് മുട്ടുപോയെങ്കിൽ നാളെ പരലോകത്ത് ചൊല്ലോർ പൽകൊണ്ട് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. റബ്ബേ അണ്ട് കിട്ടിയ ഒരു ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്താത്ത കാരണത്തിൽ ഇന്ന് ഖേദിച്ചു. അണ്ട് ഞാൻ നിസ്കരിച്ചു നിന്നല്ലാവത്തു, ഖുർആൻ ഓതി തിന്നല്ലാവത്തു, ഇസ്തിഗ്ഫാർ ആക്കി തിന്നല്ലാവത്തു, അസ്കാർ ആക്കി തിന്നല്ലാവത്തു, തൗബ ആക്കി തിന്നല്ലാവത്തു. അങ്ങനത്തെ ഒരു ഖേദ പണ്ടതിനെ കാണ്ടി മുന്നോളൂ. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു അമല സ്വാലിഹാത്താക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു അനുസരിച്ച് മുത്തഖിയായി ചെയ്യുക അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ചൊല്ലുന്ന ഓരോ വിഷയത്തിലും ശ്രദ്ധിച്ചിട്ട് ജീവിതത്തിൽ കൊമ്പറോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ കടകൊണ്ട് പ്രയാസപ്പെട്ട് ചമ്മത്താൽമാർക്ക് ആ കടൽ എത്ര വേഗത്തിൽ വീണ്ടും അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും നല്ല രീതിയിൽ ശിഫാഅൻ ആജിൽ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم ربنا تقبل صيامنا وقيامنا وسائر أعمالنا. اللهم لا تجعل أعمالنا هباء منثورا. أعمالنا قليلة حسناتنا قليلة لكن رحمتك أكبر لكن عفوك أعظم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.